റാഞ്ചിയിൽ വിമർശകർക്കുള്ള മറുപടി നൽകാനാണ് ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ എത്തുന്നത്. ടെസ്റ്റിലെ സമ്പൂർണ്ണ തോൽവിക്ക് ഏകദിനത്തിൽ കൂറ്റൻ ജയത്തിലൂടെ ദക്ഷിണാഫ്രിക്കയോട് മറുപടി പറയണം. ടെസ്റ്റിലെ ബാറ്റിംഗ് തകർച്ചയ്ക്ക് ഏകദിനത്തിൽ സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും കരുത്തിൽ ചെറുക്കാനാകുമെന്ന വിശ്വാസത്തിലാണ് ഇന്ത്യ. നായകൻ ശുഭ്മാൻ ഗില്ലും വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറും പരിക്കേറ്റ് പുറത്തായതോടെ KL രാഹുലിനാണ് ഇന്ത്യൻ സംഘത്തിന്റെ ചുമതല. വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്ത് ടീമിലെത്തിയേക്കും. പന്ത് ടീമിലെത്തിയാൽ തിലക് വർമ്മയ്ക്ക് ടീമിൽ അവസരമുണ്ടാകില്ല. ഹാർദിക് പാണ്ഡ്യയുടെയും അക്ഷർ പട്ടേലിന്റെയും അഭാവത്തിൽ രവീന്ദ്ര ജഡേജയ്ക്കും വാഷിംഗ്ടൺ സുന്ദറിനും നിതീഷ് റെഡ്ഡിക്കുമാണ് ഓൾറൗണ്ടർമാരുടെ ചുമതല. ബൗളിംഗിൽ ഹർഷ്ദീപ് സിംഗ്, കുൽദീപ് യാദവ്, ഹർഷിത് റാണ എന്നിവരിലാണ് ഇന്ത്യൻ പ്രതീക്ഷകൾ. ടെസ്റ്റിലെ ചരിത്ര ജയത്തിന്റെ ആത്മവിശ്വാസവുമായാണ് ദക്ഷിണാഫ്രിക്ക ഏകദിനത്തിനെത്തുന്നത്. ഇന്ത്യക്കെതിരെ മികച്ച റെക്കോർഡുള്ള കിൻഡൻ ഡിക്കോക്കിലാണ് ഇപ്രാവശ്യവും പ്രോട്ടീസിന്റെ പ്രതീക്ഷകൾ. ഒപ്പം ഏകദിനത്തിലേക്ക് തിരിച്ചെത്തുന്ന ടെമ്പ ബാവുമേയും ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തും. മാർക്കോ യാൻസൺ, ടോണി സോസി, ഏഡൻ മാക്രം എന്നിവരുടെ പ്രകടനവും ദക്ഷിണാഫ്രിക്കയ്ക്ക് നിർണായകമാവും. റബാഡയുടെ അഭാവത്തിൽ ലുങ്കി എൻഗിഡിക്കാണ് പ്രോട്ടീസിന്റെ ബോളിംഗ് ചുമതല. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.